നാളെ ഞാൻ വണ്ടിക്കടി പോകുന്ന പ്രത്യാശ എന്ന് പറയാൻ മേല. ഇല്ല. പ്രത്യാശ എപ്പോഴും നന്മയാണ്. അതെ. സംതിങ് ഗുഡ്. പ്രത്യാശ എന്ന് പറയുന്നത് സംതിങ് ബെറ്റർ. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ച് ഇനി മുതൽ എൻ്റെ അകത്ത് സംതിങ് ബെറ്റർ ആകും എന്ന് പ്രത്യാശയോടെ ഇറങ്ങുമ്പോൾ, ആ ഹോപ്പ് അന്ത്യം വരെയും പിടിച്ചോണമെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം തൊട്ട് താഴെ, ദാറ്റ് യു ഡു നോട്ട് ബിക്കം സ്ലഗിഷ് but imitate those who by faith and patience inherited the promise. അതിന്റെ മലയാളത്തിൽ എബ്രായർ 6:12 വിശ്വാസത്താലും ദീർഘക്ഷമയാലും അവർ വാഗ്ദത്തങ്ങളെ അവകാശിയാക്കി. നോക്കിക്കേ, അവിടെ 2 വാക്കാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, desire each one of you will sow the same diligence of assurance of hope. പ്രത്യാശ അന്ത്യത്തോളം എടുക്കണം. അപ്പോൾ തന്നെ സ്ലഗിഷ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ. വിശ്വാസം എന്ന് പറയുന്നത് ഇന്നത്തെ ഇതാണ്. അതെ. പ്രത്യാശ എന്ന് പറഞ്ഞാൽ നാളെ നടക്കുന്ന. വിശ്വാസത്തിൽ നമുക്ക് ക്ഷീണം ഉണ്ടാകാം. ചിലപ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസം അല്ലെ, നമ്മൾ ഒക്കെ ശുശ്രൂഷിക്കുമ്പോഴും ഞാൻ ശുശ്രൂഷിക്കുമ്പോഴും ചില സമയത്ത് ഭയങ്കര വിശ്വാസമാണ്. ചില സമയത്ത് നമ്മൾ ഓർക്കും ഇത് സൗഖ്യം ആകത്തില്ലെന്ന്. അന്നായിരിക്കും ഏറ്റവും വലിയ സൗഖ്യം നടക്കുന്നത്. അപ്പം വിശ്വാസത്തിൽ പോലും എന്ത് ചെയ്ത് ഈ ഹോപ്പിനെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ക്ഷമയോടെ നിൽക്കുന്നവരാണ് ഈ അനുഗ്രഹം പ്രാപിക്കുന്നത്. പലപ്പോഴും പറ്റുന്ന ഒരു വലിയ വെല്ലുവിളി അല്ലെ മിസ്റ്റേക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ മനസ്സിനകത്ത് ചില തീരുമാനമുണ്ട്. ആ തീരുമാനം തന്നെ വേണം ദൈവദാസനോട് പറയാൻ. അല്ലെങ്കിൽ ദൈവവചനത്തിൽ അതിനകത്ത് നിന്ന് എൻ്റെ തീരുമാനത്തിലോട്ട് അത് വളച്ച് പറഞ്ഞാൽ നല്ലതാണ്. ഡോണ്ട് ടെൽ മീ സംതിങ് ദാറ്റ് വിൽ ബ്രിങ് സ്ട്രഗിൾ ഇൻസൈഡ് ഓഫ് മീ. പക്ഷെ അങ്ങനെയല്ല. ദൈവവചനത്തിൽ അല്ലെങ്കിൽ ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ വാമൊഴിയായി പറഞ്ഞിരിക്കുന്ന വാക്ക്, യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ സ്വർഗത്തിലെ വിസ്ഡം, ഇത് രണ്ടും എപ്പോഴും ജഡത്തിന് അപ്പീലിംഗ് അല്ലായിരിക്കും. പക്ഷേ സ്പിരിച്വൽ റെലമിൽ ഇറ്റ് വിൽ ഷേക്ക് ആൻഡ് റോക്ക് ദ പ്ലേസ്. ആൻഡ് ദാറ്റ് ഈസ് ദ കീ. ഇവിടെ നോക്കിയാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഡേ ടു ഡേ ആണ്. ഫെയ്ത്ത് ഈസ് നൗ. അതാ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 9:11 പറയുമ്പോൾ നൗ ഫെയ്ത്ത് ഈസ് ഓൾവേസ് പ്രസന്റ്. ഹോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് എക്സ്പെക്ടിങ് സംതിങ് ഗുഡ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. അപ്പം കർത്താവിനെ ഞാൻ പിൻപറ്റി ഇറങ്ങുന്ന സമയത്ത് ഐ എം ഹോപ്പിംഗ് ദാറ്റ് എവറിത്തിങ് വിൽ ബി ഫൈൻ. ബട്ട് പെട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യം, ഇപ്പം റെജി ബ്രദർ ഇറങ്ങുമ്പോൾ നല്ല ആയിരിക്കും. ഇപ്പം വൈഫിൻ്റെ സൗഖ്യമായി. ഇനിയിപ്പം തങ്കു ബ്രദർ പറയാൻ പോകുന്നത്, അതെ ഈ കട വെച്ച് 4 ലക്ഷം പിടിച്ചിട്ട് ആ 4 ലക്ഷം മൾട്ടിപ്ലൈ ചെയ്ത് ഈ കടം വീട്ടി. പക്ഷെ അവിടെ വരുമ്പോൾ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെയാണ്. കടയുടെ താക്കോൽ തിരിച്ചു കൊടുത്തത് നിങ്ങളുടെ അല്ലല്ലോ കട. പക്ഷേ ആ സമയത്തുണ്ടാകുന്ന സ്ട്രഗിളിൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു അസ്. അതാ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികളല്ല. സകല കോട്ടകളെ ചിന്തകളെ ഇടിച്ച് ക്രിസ്തു യേശുവിനോടുള്ള അനുസരണത്താൽ, ഞാനിത് അനുസരിക്കുന്നത് യേശു പറഞ്ഞ വാക്കാണല്ലോ ഇത്. യേശു ക്രിസ്തുവിൻ്റെ പകരം നിൽക്കുന്ന ആൾ പറഞ്ഞ ഒരു വാക്കാണ്. ഞാനത് അനുസരിക്കാൻ പോവുക. അതിനകത്ത് എനിക്കൊരു സ്ട്രഗിൾ ഉണ്ടാകും. അതിനകത്ത് എനിക്കൊരു പ്രയാസം ഉണ്ടായിരിക്കും. കാര്യം ഒരു വശം 4 ലക്ഷം രൂപയും ഒരു വശം സൈലന്റ് പാർട്ട്ണർഷിപ്പും. ഈ 4 ലക്ഷം രൂപ കൊണ്ട് എങ്ങനെയെങ്കിലും എല്ലാവരും പിടിച്ചു നിർത്താം. പിന്നെ പാർട്ട്ണർഷിപ്പ് വരുമ്പോൾ എന്നൊക്കെ പറയുന്ന ആകെപ്പാടുള്ള ഒരു ഹോപ്പ് എൻ്റെ ചെയ്യാം. ബിക്കോസ് ദാറ്റ് ഒബീഡിയൻസ് വിൽ ബ്രിങ് പെയിൻ, സ്ട്രഗിൾ. അതാ തൊട്ട് താഴെ അബ്രഹാമിൻ്റെ കാര്യം ഇതിന് ശേഷം തൊട്ട് പുറകെ പറയാ. അങ്ങനെ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ ഇങ്ങനെയല്ലേ പറഞ്ഞേ, നിശ്ചയമായി ഷുവർലി അനുഗ്രഹത്താൽ ഞാൻ അനുഗ്രഹിക്കും, വർധനവിനാൽ ഞാൻ വർദ്ധിക്കും. പലപ്പോഴും നമ്മൾ ഈ അനുഗ്രഹത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, വർധനവാൻ ഞാൻ വർദ്ധിക്കപ്പെടും. അബ്രഹാമിൻ്റെ സകല അനുഗ്രഹങ്ങളും ക്രിസ്തു മുഖാന്തരം എൻ്റെ മേലുണ്ട്, അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടും, വർദ്ധിക്കും എന്ന് പറയുമ്പോഴും we fail to pay the price by trusting the word. ആ സംഘർഷം എപ്പോഴാണ് അബ്രഹാമിന് ഈ വാഗ്ദത്തം ലഭിച്ചത്? ഓർത്ത് നോക്കിക്കേ, അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി
ഏകദേശം 100 വയസ്സായി. ദൈവം തന്ന വാഗ്ദത്തമാണ് മകനെ തരാമെന്ന്. ആ മകനെ കിട്ടിയതിന് ശേഷം ആ മകൻ ബാലനായപ്പോൾ ഈ അബ്രഹാമിന്റെ ഇനി മുഴുവൻ പ്രത്യാശ ഈ ഇസ്ഹാക്കിന്റെ പുറത്താണ്. ബാലനായി, മൈറ്റ് ബി ഹീസ് 16 years or 15 years. ആ സമയത്ത് ദൈവം തന്നോട് പറയാ, ആ ബാലനെ യാഗം കഴിക്കുക. എന്തൊരു സംഘർഷമാണ്. കാര്യം വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ ഒരു പ്രോമിസാണ്. അതിനെ ഫോർസേക്ക് ചെയ്യാൻ പറയുമ്പോൾ വാസ്തവത്തിൽ ദർ ഇസ് ഡീപ് പെയിൻ ഇൻസൈഡ്. എന്നാൽ നിങ്ങൾ വചനം വായിക്കുമ്പോൾ അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഹി ഡിഡ് നോട്ട് സ്പെയർ ടൈം ഇൻ ഒബേയിങ്. രാവിലെ തന്നെ എഴുന്നേറ്റു പോയി. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ് നിങ്ങൾ വായിക്കുമ്പോൾ he has already forsaken that child. He has already sacrificed that child. യാഗം കഴിച്ചു എന്ന് പറയാം. മനസ്സിൽ he is ready. എന്നാൽ യാഗപീഠത്തിൽ കൊണ്ടുപോയി ഇസഹാക്കിനെ യാഗം കഴിക്കുന്ന സമയത്താ ദൂതൻ വന്ന് തടഞ്ഞിട്ട് ദൈവം പറയാ, ബിക്കോസ് നീ നിന്റെ ആ പുത്രനെ ഹോൾഡ് ചെയ്യാഞ്ഞത് കൊണ്ട് നിന്റെ ദൈവഭയം ഞാൻ കണ്ടു. അതുകൊണ്ട് അനുഗ്രഹത്താൽ ഞാൻ അനുഗ്രഹിക്കും, വർദ്ധനവനാൽ ഞാൻ വർദ്ധിക്കും. ഒബീഡിയൻസ്, അനുസരണം, കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ചാൽ ലോകപ്രകാരം നോക്കിയാൽ നമ്മൾ ചിലപ്പോൾ മണ്ടന്മാരാന്ന് ആ സമയത്ത് തോന്നിയേക്കാം. പക്ഷെ അത് ട്രിഗർ ചെയ്യുന്ന ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, അത് ട്രിഗർ ചെയ്യുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് 1, 2, 3 അല്ല. ഇത് 1, അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അനുഗ്രഹം വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ഇന്നും ആ രാജ്യം, ആ നേഷൻ അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാക്കിൽ നിൽക്കുക. ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നത്. റെജി ബ്രദറിനെ കർത്താവിൽ വഴി നടത്താനും റെജി ബ്രദറിനെ കർത്താവിൽ ആക്കുകയും ചെയ്തപ്പോൾ ആ ഒരു ഒബീഡിയൻസ് എന്തൊക്കെയാ ട്രിഗർ ചെയ്തത്. ഒന്ന്, തനിക്ക് നഷ്ടപ്പെട്ടില്ല ബിസിനസ്. ആ ബിസിനസ് തന്നെ തുടരാൻ, ഇതിനേക്കാളും ബെസ്റ്റായിട്ട് തുടരാൻ കർത്താവ് അവസരം തന്നു. നമ്പർ 2, ഇത് മുഖാന്തരമായി ആ കടയുടെ ഉടമസ്ഥന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന് നൽകാൻ ഒരു സാക്ഷ്യമായി. അവിടെ സുവിശേഷമല്ല പറഞ്ഞത്, ഇറ്റ് വാസ് എ ലിവിങ് ടെസ്റ്റിമണി. ഇന്നാ പിടിച്ചു. 3, താൻ പോയ ദേശത്ത് കോഴഞ്ചേരിയിൽ താൻ മുഖാന്തരമായി God used him as a vehicle for a revival hitting over there. Number 4, ഏറ്റവും വലിയ അനുഗ്രഹം, തനിക്ക് നിത്യജീവന്റെ ഉടമസ്ഥനായി അനേകർക്ക് നിത്യജീവൻ നൽകുവാൻ ദൈവം ഉപയോഗിച്ചു. ആൻഡ് ദ ബ്ലെസ്സിംഗ് ഗോസ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. നോക്ക്, ഒറ്റ ആക്ട് ഓഫ് ഒബീഡിയൻസ് which gave pain is now bringing joy and joy to the full. ഇന്ന് ഇത് ഞാൻ പറയുമ്പോഴായിരിക്കും റെജി ബ്രദർ ഒന്നുകൂടെ ആലോചിക്കുന്നത് എന്തായിരിക്കും ആ ട്രിഗർ ചെയ്ത സാധനം. അതെ, അതുകൊണ്ടാണ് തങ്ക് ബ്രദറെ അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യത്തിൽ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എൻഡ്യൂർഡ് എന്നാണ് വായിക്കുന്നത്. അവൻ ദീർഘക്ഷമയോടെ, വാസ്തവത്തിൽ ദീർഘക്ഷമയെക്കാട്ടിൽ കൂടുതൽ തനി ആ ഒരു പെയിൻ ഉണ്ടായത് താൻ സഹിച്ചു. ആ പെയിനെ സഹിച്ചതുകൊണ്ട് കർത്താവ് വലിയ അത്ഭുതം, ആ പെയിനെ വാസ്തവത്തിൽ അതിജീവിക്കുക. അതെ, പെയിനെ അതിജീവിക്കുകയായിരുന്നു. തനിക്ക് വാസ്തവത്തിൽ ആ കുഞ്ഞിനെ യാഗമായി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. പക്ഷേ തനിക്ക് ആ കർത്താവിൽ അത്രയും വലിയ വിശ്വാസവും ആ വാക്കിൽ ആ വിശ്വാസത്താൽ താൻ അതിനെ അതിജീവിച്ച് പോയതുകൊണ്ട് തന്നെ കർത്താവ് അനുഗ്രഹിച്ചു. താൻ ലജ്ജിക്കാൻ ദൈവം സമ്മതിച്ചില്ല. മാത്രമല്ല, ഈ അതിജീവിച്ചത് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഓർത്ത് നോക്കിക്കുക, അബ്രഹാമിനെ വേണമെങ്കിൽ ഇതനുസരിക്കാതെ മകനെ കൊണ്ട് കർത്താവെ നന്ദി എന്ന് പറഞ്ഞ് പോകാം. കർത്താവ് സ്നേഹമാ, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അതാ തങ്കുബ്രദർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വാസ്തവത്തിൽ ഓർക്കുമായിരുന്നു, ഇത് തന്നെയാണ് തങ്കുബ്രദർ എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. ആ താക്കോൽ അവരുടെ അല്ലേ, അത് കൊടുക്കാൻ താൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അന്ന് കൊണ്ടുപോയി ആ കൊടുത്തത് കൊണ്ട് മാത്രം എത്രയോ അത്ഭുതകരമായ കർത്താവ് നടത്തിയത്. അതുപോലെ ആ താക്കോല് ഹാൻഡ് ഓവർ ചെയ്തപ്പം, ഞാൻ ആദ്യമൊക്കെ ബിസിനസ് ചെയ്തപ്പം, ആദ്യകാലത്ത് കർത്താവിൽ വരുന്നതിന് മുമ്പേ ബിസിനസ് ചെയ്തപ്പോൾ ഒത്തിരി പെയിൻ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത് വീണ്ടും ബിസിനസ് ചെയ്തപ്പം ഒരു പെയിനും ഇല്ല, ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല, എല്ലാം സൗജന്യമായിട്ടൊരു വാതിൽ തുറന്നതുപോലെ കർത്താവ് അത്ഭുതകരമായിട്ട് അതിനുവേണ്ടി ഓരോ വാതിലുകൾ. വെരി ആക്ട് ഓഫ് ഒബീഡിയൻസ്. അതാ
ഈ കാര്യത്തിൽ പെയിൻ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കർത്താവ് തുറന്നു തന്ന കാര്യത്തിൽ എനിക്ക് ഒരു പെയിനും അത് അതിജീവിച്ചു. അതിനെ അതിജീവിച്ചു. സന്തോഷത്തോടെ റെജി ബ്രദർ അത് അതിജീവിച്ചിട്ട് കൊണ്ട് കൊടുക്കുമ്പം അതിന്റെ പിന്നിൽ കർത്താവൻ എന്ന പോലെ ചെയ്തപ്പോൾ അതിന്റെ പ്രതിഫലം കർത്താവ് തരുക. ആമേൻ. ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് ഒബീഡിയൻസ്. ഇത് തന്നെയാ ദൈവവചനം പറയുന്നത്. മറ്റുള്ളവരോട് കയ്പ് വെക്കരുത്, മറ്റുള്ളവരോട് പക വെക്കരുത്. ഒന്നൊന്ന് അനുസരിച്ച് നോക്കിക്കേ. നമ്മൾ എപ്പോഴും അവിടെ വരുമ്പോൾ നമ്മൾ പറയും അത് കുറഞ്ഞിട്ടുള്ള അനുഗ്രഹം മതി. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആൾക്കാർ പറയുന്നത് അത് കുറഞ്ഞിട്ടുള്ള അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ ഒന്ന് വിട്ടുകൊടുത്ത് നോക്കിക്കേ. വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ഈഗോ ഹെർട്ടാകും, നമുക്കൊരു വേദന ഉണ്ടാകും. അവിടെയാ പൗലോസ് പറയുന്നത് ഞാൻ പോവാ, ഇനിയും ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. ഹീസ് നൗ ഓവർ. പക്ഷെ ദാറ്റ് വിൽ ട്രിഗർ ദ ബ്ലെസ്സിങ്. ഈ വചനത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ക്രിസ്തു യേശുവിൽ അത് ഊവെന്ന നമുക്ക് തന്നെ അത്. ബട്ട് ദർ ഈസ് എ പ്രൈസ് ടു ബി. വില കൊടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, തീരുമാനങ്ങളിൽ എനിക്കുണ്ടാകുന്ന ആ സംഘർഷം, അത് സന്തോഷത്തോടെ അതിജീവിക്കുമ്പോൾ ആ ഒരു തീരുമാനം ട്രിഗർ ചെയ്യുന്നത് ഇറ്റ് വിൽ ബി എ സീരീസ് ഓഫ് ബ്ലെസ്സിങ്. എന്നെ ഞങ്ങളെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് തോന്നുന്നത് റെജി ബ്രദറിൻ്റെ ഈ അനുഭവം പറയുന്നത് ഒബേ, അൺകണ്ടീഷണൽ ഒബീഡിയൻസ്. അൺകണ്ടീഷണൽ ഒബീഡിയൻസ്. കർത്താവിൻ്റെ വചനം ഇത് പറഞ്ഞു, അതാ നടക്കാൻ പോകുന്നത്. ദൈവവചനത്തിന് വിപരീതമായതൊന്നും നടക്കത്തില്ല. ഈ പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ രണ്ടുപേരും സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയൊക്കെ വന്നു. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇന്ന് പകൽ നടക്കും. രോഗികൾ സൗഖ്യമാകും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരമായി കർത്താവെ, ഹൃദയത്തിൽ തീരുമാനമെടുക്കാനുള്ള ധൈര്യം കൊടുക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിക്കാനുള്ള ധൈര്യം നൽകണം. അങ്ങനെ കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ മുഴുവൻ അവകാശമാക്കിയെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവെ അവിടുന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അത്ഭുത വഴികൾ തുറക്കട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഹൃദയങ്ങളെ തൊടണമേ. അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവേ, അങ്ങയുടെ കരുണയ്ക്കായി സ്തുതിക്കുന്നു. ദൈവ മഹത്വം കാണുന്ന ഓരോ ഭവനങ്ങളിൽ ഇറങ്ങി ക്രിസ്തു യേശുവിനെ ധൈര്യമായി പിൻപറ്റുവാൻ കർത്താവ് തന്റെ അഭിഷേകത്താലും ശക്തിയാലും നിറയ്ക്കണം. കൃപയ്ക്കായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണും വരെയും കർത്താവിന്റെ എല്ലാ നിറവിനാൽ നിറയപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. വടക്കേ ഇന്ത്യയുടെ പ്രധാന പട്ടണമായ ബോംബെയുടെ ഒരു റെയിൽവേ സ്റ്റേഷൻ വലിയ കൂട്ടം ജനം പോവുകയും വരികയും ചെയ്യുന്നു. ഒരു 12 വയസ്സ് പ്രായം വരുന്ന ഒരു കൊച്ചു ബാലകൻ അവിടെ നിന്ന് ഷൂ മിനുക്കുകയാണ്.
ഒരു മാന്യനായ മനുഷ്യൻ സൂക്കേസുമായി നടന്നു വരുമ്പോൾ ഈ ബാലകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ജി आपका शू में पॉलिश करूं, 5 रुपए दे दो, मैं अच्छा करेगा. നിന്റെ ഷൂ ഞാൻ പോളിഷ് ചെയ്തു തരാം, എനിക്ക് 5 രൂപ തന്നാൽ മതി, നന്നായി ചെയ്തു തരാം. അയാൾ പെട്ടെന്ന് തന്റെ കാലെടുത്ത് ഉയർത്തി വെച്ചു കൊടുത്തു. എന്നിട്ട് അവനോട് ചോദിച്ചു, തൂ കിത്തന മാങ്ക? 5 है ना? 5 രൂപയല്ലേ ചോദിച്ചത്? മേ തുംകോ 10 देगा, നിനക്ക് ഞാൻ 10 രൂപ തരാം, പക്ഷെ ഏറ്റവും നന്നായിട്ട് ചെയ്യണം. അപ്പോൾ ആ കൊച്ചു ബാലകൻ തന്റെ തുണിയെടുത്ത് ആ ഷൂവിലോട്ട് ഇങ്ങനെ കറക്കി പ്രശ്നം ശരിയാക്കി പതുക്കെ പോളിഷ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ജി आप 10 देगा तो 5 देगा तो मैं सबसे बराबर करेगा, मेरा बाप मेरे को ऐसा सिखाया. നീ 5 തന്നാലും ശരി 10 തന്നാലും ശരി, എനിക്ക് നന്നായിട്ടേ ചെയ്യാൻ അറിയൂ. എന്റെ അപ്പൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് പോയത്. ഹൗ ബ്യൂട്ടിഫുൾ. ഇവിടെ അല്പം പൈസ കൊടുത്താൽ, കൂടുതൽ പൈസ കൊടുത്താൽ, കൈക്കൂലി കൊടുത്താൽ, നല്ല സഭ കൊടുക്കുന്നവർ, ആളുകൂടുതലുള്ള സഭ കൊടുക്കുന്നവർ 1,00,000 രൂപ തരാമെങ്കിൽ പട്ടണത്തിലെ സഭ തരാൻ പോലും, കാശ് കൂടുതൽ കൊടുത്താൽ നല്ല പാട്ട് പാടും പോലും, അല്ലെ കുറച്ച് പാടും പോലും, പൈസ കൂടുതൽ കൊടുത്താൽ നല്ലപോലെ പ്രസംഗിക്കും പോലും. അയ്യേ, സ്വർഗത്തിലെ അപ്പൻ അങ്ങനെയാണോ പഠിപ്പിച്ചത്? 5 തന്നാലും 10 തന്നാലും എല്ലാം നന്നായി ചെയ്യാനല്ലേ പഠിപ്പിച്ചത്? അല്ലേ? അങ്ങനല്ലേ? അങ്ങനെയാണ്. ഇന്നു മുതൽ അങ്ങനെയാകണം. 5 തന്നാലും 10 തന്നാലും, ഞാൻ ഒന്ന് ചേർത്ത് പറഞ്ഞോട്ടെ, ഒന്നും തന്നില്ലെങ്കിലും വി ആർ സ്ലേവ്സ്, നമ്മൾ ദൈവത്തിന്റെ അടിമകളാണ്. ഒന്നും ബാർഗൻ ചെയ്യാതെ കർത്താവിന് വേണ്ടി എല്ലാം നന്നായി ചെയ്യാൻ ഈ മെസ്സേജ് നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുവാൻ ദൈവം എന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ 3 ആഴ്ചകളായി നാം ചിന്തിക്കുന്ന വിഷയം ക്രൂശിന്റെ വചനം, അല്ലെങ്കിൽ ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. അപ്പോസ്തലനായ